ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൗണ്ട് ട്രോണിൻ്റെ ഒരു റിമോട്ട് കിറ്റാണ്. 5.1 റിമോട്ട് കിറ്റാണ്. ഈ സാധനം ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു, അങ്ങനെ ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സൗണ്ട് ട്രോണിൽ നിന്ന് വന്ന ബോക്സ് അത്യാവശ്യം നല്ല ബോക്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രാവശ്യം വന്ന ബോക്സ് അത്ര സേഫായിട്ടുള്ളൊരു ബോക്സായിട്ട് എനിക്ക് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളൊരു റിമോട്ട് കിറ്റ് വരുന്നത്. ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു രീതിക്കാണ് ഈ ഒരു റിമോട്ട് കിറ്റ് വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ പാക്കിനകത്ത് എനിക്ക് അകത്ത് നല്ല കാർഡ്ബോർഡും പിന്നെ കുറച്ച് സ്പോഞ്ച് പോലത്തെ സംഭവം കവറൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കേജിൽ അങ്ങനെ വന്നില്ല. കുഴപ്പമില്ല, സാധനങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് നോക്കാം റിമോട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു റിമോട്ട് വരുന്നത്. ഈ ഒരു റിമോട്ട് സാധാരണ എല്ലാ റിമോട്ടും പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ചെറിയൊരു കീക്ക് വ്യത്യാസം വരുന്നുണ്ട്. സബ് ഊഫറിനായാലും മാസ്റ്റർ വോളിയിലും എല്ലാം സെയിം ആണെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള കീസിന് വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമാണ് മറ്റുള്ള ഇതിൽ വ്യത്യാസമായിട്ടുള്ളത്. ഇതിലൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഈ സാധാരണ ഈ ഒരു സൈഡിലായിട്ടാണ് അവരിത് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് അല്ലെങ്കിൽ USB ആക്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തിയാണ് സാധാരണ റിമോട്ടിലൊക്കെ വരുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കീ അറേഞ്ച്മെൻറ്റും വ്യത്യാസമുണ്ട്. പിന്നീട് വരുന്ന ബാസ്, ട്രബിൾ, മിഡ് അങ്ങനൊരു സംഭവം ഈ ഒരു റിമോട്ട് കിറ്റിലുണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിന് ബാസ്, ട്രബിൾ, മിഡ് ഉണ്ട്. അപ്പം അതിന് കണക്കായിട്ടുള്ള സ്വിച്ചസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ ഇതിലുണ്ട്. അത് മാത്രമാണ് മറ്റുള്ള റിമോട്ട് കിറ്റുകളായിട്ടും അതിൻ്റെ റിമോട്ടായിട്ടും ഇതിൻ്റെ റിമോട്ടായിട്ടും വ്യത്യാസമുള്ളൂ. പിന്നീട് വരുന്ന ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിമോട്ട് കിറ്റിൽ കാണുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എല്ലാ കണക്ഷൻസും ഈ ഡിസ്പ്ലേയിലാണ് വന്ന് പോകുന്നത്. അതായത് ബാക്കിലോട്ടുള്ള റിമോട്ട് കിറ്റിൻ്റെ മെയിൻ ബോഡിയിൽ നിന്ന് വരുന്ന എല്ലാ കണക്ഷൻസും ഇവിടെയാണ് വരുന്നത്. അതായത് 12 വോൾട്ടിൻ്റെ ഇത് റിമോട്ട് കിറ്റ് വർക്ക് ചെയ്യാനായിട്ടുള്ള 12 വോൾട്ടിൻ്റെ സപ്ലൈ പോലും ഡിസ്പ്ലേയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ റെഗുലേറ്റർ ICs എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. 5 വോൾട്ടിൻ്റെ ആയാലും 8 വോൾട്ടിൻ്റെ ആയാലും റെഗുലേറ്റർ ICs ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അതും SMD ICs ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കപ്പാസിറ്റേഴ്സ് ആയാലും എല്ലാം തന്നെ SMDയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു PCBയുടെ ക്വാളിറ്റിയാണ്. സൗണ്ട് ട്രോണിൻ്റെ ഈ ഒരു റിമോട്ട് കിറ്റ് മാത്രമല്ല, അവരുടെ എല്ലാ ബോർഡും വളരെ നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു PCB അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCBയാണ്. പിന്നീട് വരുന്നത് ഇതൊരു എൻകോഡറാണ്. അപ്പോൾ ഈ ഒരു എൻകോഡറിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ LED ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു IR സെൻസർ, ഈ റിമോട്ട് കിറ്റിൻ്റെ ഒരു IR സെൻസർ അവർ ഈ ഒരു എൻകോഡറിൻ്റെ കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. അത് എത്ര വലിയൊരു പോരായ്മയല്ല, എന്നാലും നമുക്ക് ചെറിയൊരു പോരായ്മയായിട്ട് പറയാം. കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് നമുക്ക് ആ ഒരു ഡയലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ആ ഡയൽ ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഡയൽ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ജസ്റ്റ് ചെറിയൊരു പോരായ്മയായിട്ട് ഇതെനിക്ക് തോന്നി. അത് വേറെ ഒരു വിഷയമല്ല. പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ഈ ഒരു PCB അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു PCBയിലാണ് ഇത് വരുന്നത്. പിന്നീട് മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇതിലവർ ഉപയോഗിച്ചിരിക്കുന്ന ഈ വയേഴ്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വയേഴ്സാണ്. നമ്മൾ സാധാരണ ഞാൻ നേരത്തെ എക്സ്ബൂമിൻ്റെ ഒരു റിമോട്ട് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്രയും ക്വാളിറ്റിയുള്ള വയറൊന്നും അല്ലായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു വയർ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായി വരുന്നതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്, അല്ലെങ്കിൽ പ്രൊസസ്സറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബോർഡാണ് അടുത്ത് വരുന്നത്. ഈ ഒരു ബോർഡിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കപ്പാസിറ്റേഴ്സ് എല്ലാം കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സാണ്. കാര്യം നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് കെൽട്രോൺ. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്ത് കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ഒരു കമ്പനിയുടെ കപ്പാസിറ്റേഴ്സ് ഇതിൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെ ബാക്ക് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കപ്പാസിറ്റേഴ്സ് ആയാലും റെസിസ്റ്റേഴ്സ് ആയാലും എല്ലാം തന്നെ അവർ SMDയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ ഒരു വേർഷൻ, അതായത് വേർഷൻ 1 അവർ ഇതെല്ലാം നോർമൽ സാധാരണ രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവർ അതിന് ചെറിയ ഫസ്റ്റ് വേർഷന് ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അപ്പം അത്
പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ബാക്ക് സൈഡിലുള്ള എല്ലാ കമ്പോണൻസും SMD ആക്കിയിട്ട് ഈ ഒരു ബോർഡിനെ കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ബോർഡായിരുന്നു. അപ്പം ഇത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ചെറുതാണ്. എന്നാലും നമ്മുടെ G-Techൻ്റെ ഒരു റിമോട്ട് കിറ്റിനെക്കാട്ടിയും ഒരല്പം കൂടെ വലിപ്പം കൂടുതൽ തന്നെയാണ് ഈ ഒരു ബോർഡിന് വരുന്നത്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്ന ഈ ഒരു IC വന്നിട്ട് ബൂം ടെക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ BT2323 എന്ന് പറയുന്നൊരു IC ആണ്. അപ്പോൾ ഈ ഒരു ICയുടെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 9 വോൾട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് പ്രകാരം ഇതിൽ പറയുന്നത് വെച്ചാൽ 6 ചാനൽ സെലക്ടറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ചാനൽ സെലക്ടറായിട്ട് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ICയും കൂടെയാണ്. നമ്മുടെ കൊടുക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാനൽസ് സെലക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇതിലൊരു 2-way ടോൺ കൺട്രോളും കൂടെ ഉണ്ടെന്ന് അതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റിൽ ഞാൻ നോക്കിയപ്പോൾ അവർ പറയാനുണ്ട്. അത് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും ഇതിപ്പോൾ നിലവിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സെലക്ടർ എന്ന്, അതായത് ഇതിൽ ചെയ്തിരിക്കുന്ന കമാൻഡ്സിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സെലക്ട് ചെയ്യുക, ചാനൽസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ജോലിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പ്രൊസസ്സറായിട്ടാണ് ഇതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മുൻഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 വലിയ IC ഇങ്ങനെ കുത്തി നിർത്തിങ്ങനെ കാണാം. അപ്പോൾ ഈ ഒരു IC STയുടെ TDA 7439 എന്ന് പറയുന്ന ഒരു IC ആണ്. 7439. അപ്പോൾ ഈ ഒരു IC കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IC ബാസ് ട്രബിൾ മിഡ് തരുന്ന, അതായത് പ്രോഗ്രാം, അതായത് I2C എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അർഡിനോ വെച്ചിട്ട് നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ ഇവരതിനെ ഈ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു IC വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ബാസ് ട്രബിൾ മിഡ്. അപ്പോൾ ഇത് 1, 2, 3 IC ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ ബാക്കിലുള്ള 2 സ്പീക്കർ, പിന്നെ ഫ്രണ്ടിലുള്ള 2 സ്പീക്കർ, അങ്ങനെ ആയിരിക്കണം അത് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാസ് ട്രബിൾ മിഡ് എന്നുള്ള 3 ടോൺ കൺട്രോൾ നമുക്ക് ഈ ഒരു IC ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ G-Techൻ്റെ ആയാലും ഫ്യൂടെക്കിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ D-Tech ആണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യാസം ഈ ഒരു റിമോട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ബാസ് ട്രബിൾ മിഡ് നമുക്ക് കിട്ടും. കൂടാതെ തന്നെ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഇത് പല ആൾക്കാരും ഉപയോഗിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിമോട്ട് കിറ്റ് എടുത്തത്. അപ്പം വാങ്ങിയ എല്ലാവരും ഒരുപോലെ പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. G-Tech ആയാലും D-Tech ആയാലും ഈ 2 റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഈ ഒരു റിമോട്ട് കിറ്റിനുണ്ട്. അതിൻ്റെ പ്രധാന കാരണമാണ് TDAയുടെ ഈ ഒരു 7439 വെച്ചിട്ടുള്ള ഈ ഒരു ടോൺ കൺട്രോൾ IC വെച്ചിട്ടുള്ള ഒരു ബോർഡ് ആയതുകൊണ്ട്, പിന്നെ ഇതിൽ നല്ല കപ്പാസിറ്റേഴ്സ്, അതായത് ഫിൽട്രേഷന് വേണ്ടി നല്ല കപ്പാസിറ്റേഴ്സ് ഉള്ളത് കൊണ്ടും ഇതിൻ്റെ ഒരു സൗണ്ട് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു DVDയുടെ ഒരു 5 പോയിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് കറക്റ്റ് 5.1 ആയിട്ട് വർക്കാവുന്നത്. അല്ലെങ്കിൽ ഇതൊരു പക്ക സ്റ്റീരിയോ ആയിട്ടായിരിക്കും വർക്കാവുന്നത്. നമുക്ക് 5 ചാനൽ 5.1 പോലെ തന്നെയാണ്, പക്ഷേ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ബാസ് ട്രബിൾ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കൂടാതെ തന്നെ നമുക്ക് ഇത് കറക്റ്റായിട്ട് 5.1 ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5.1 ഡീകോഡിങ് ചെയ്ത കറക്റ്റ് 5.1 ഇൻപുട്ട് നമ്മളിതിന് കൊടുത്താൽ കറക്റ്റ് 5.1 ആയിട്ട് വർക്കാകും. അല്ലെന്നുണ്ടെങ്കിൽ പക്ക സ്റ്റീരിയോ പോലെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതൊരു കുറ്റമൊന്നും തെറ്റൊന്നുമല്ല, എല്ലാ റിമോട്ട് കിറ്റിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ D-Tech ആയാലും G-Tech ആയാലും അത് നമുക്കൊരു 5.1 ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അവരങ്ങനെ അല്ല, കറക്റ്റ് എന്താണോ അത് അവർ ചെയ്തിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ടുള്ള കാര്യം അവരിതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 5.1ൻ്റെ ഒരു ഇൻപുട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 5.1 ആയിട്ട് തന്നെ വർക്കാവും. പിന്നെ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് വെച്ചിട്ട് നമുക്ക് 2.1 സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2.1ൻ്റെ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ഗ്രൗണ്ട് എന്നുള്ള ഒരു പ്രത്യേക ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത് 2.1 ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്
ആണ് അവരങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിമോട്ട് കിറ്റ് വെച്ചൊരു നല്ല കിഡിലും 2.1 ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ 5.1 ചെയ്യാൻ പറ്റും. ഞാൻ 2.1 ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സാധാരണ ഇവിടെ 2.1 ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സാധാരണ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ടോൺ കൺട്രോൾ വെച്ച് പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് റിമോട്ട് കിറ്റ് നമുക്ക് ദൂരെ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിമോട്ട് കിറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു 2.1 ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ട്യൂട്ടറിൻ്റെ ആ ഒരു ട്യൂട്ടറിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഒരു പ്രത്യേകതരം ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ട്യൂട്ടറിൻ്റെ ആ ഒരു ഷില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രത്യേകതരം നല്ലൊരു ക്വാളിറ്റിയിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബാസായാലും അങ്ങനെ തന്നെ ബാസ് നല്ലൊരു ക്വാളിറ്റി, നല്ല സ്പീക്കറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ഊഫറൊക്കെ വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ചെറിയ ഊഫറൊക്കെ വെച്ച് നമ്മൾ പാട്ട് കേൾക്കും, അതുപോലത്തെ ഒരു ക്വാളിറ്റി ഈ ഒരു റിമോട്ട് കിറ്റിൽ നിന്നും കിട്ടുന്നുവെന്ന് ഉപയോഗിച്ച ആൾക്കാർ പറയാനുണ്ട്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും ഈ ഒരു റിമോട്ട് കിറ്റിനെ കുറിച്ച് തന്നെ. ഇതിൻ്റെ ഒരു യൂസിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും. കൂടാതെ ഇവിടെയാണ് സബ് വൂഫറിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇത് ഔട്ട്പുട്ട് ഇത് ഗ്രൗണ്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് അവർ ഇതിനകത്തൊരു ലോ ഫ്രീക്വൻസി IC ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ഫിൽട്രേഷന് വേണ്ടി ഒരു IC ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ICയിൽ തന്നെ അങ്ങനെ ഒരു ലോ ഫ്രീക്വൻസി ഇത് സംഭവം വരുന്നുണ്ടെന്ന് ഡാറ്റ ഷീറ്റിൽ കണ്ടു. പക്ഷേ അത് അത്ര ഫീൽ ആവത്തില്ല. നമുക്ക് അങ്ങനെ ഒരു സബ് വൂഫറിന് പ്രത്യേകം എടുക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫിൽറ്റർ നമ്മൾ വയ്ക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ സാധാരണ നമ്മളെല്ലാ റിമോട്ട് കിറ്റിലും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സബ് വൂഫറിൻ്റെ ഫിൽറ്റർ വയ്ക്കേണ്ടി വരും. ആ ഒരു ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ സബ് വൂഫറിന് നല്ല ക്വാളിറ്റി കേൾക്കും. അല്ലാതെ നമ്മളിത് ഡയറക്റ്റായിട്ട് പിടിച്ച് വൂഫറിൻ്റെ ബോഡി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കേൾക്കുന്ന പോലെ പാട്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. നമുക്ക് ആ ലോ ഫ്രീക്വൻസി ഫീൽ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്രീക്വൻസി ഫിൽറ്റർ അല്ലെങ്കിൽ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ നമ്മുടെ USB മോഡ്യൂളിൻ്റെ ഇൻപുട്ട് കൊടുക്കാനുള്ളത്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആക്സും പിന്നെ 5.1ൻ്റെ ഒരു ഇൻപുട്ടുമാണ് ഈ ഒരു അതെല്ലാ റിമോട്ട് കിറ്റിലും കാണുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു റിമോട്ട് കിറ്റ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2.1 അപ്പെക്സിൻ്റെ ഒരു 2.1 ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് റാസ്ബെറി പൈ വെച്ചിട്ടൊരു ഡാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാക്ക് ഡയറക്റ്റ് ആംപ്ലിഫയറിലോട്ട് കൊടുക്കുമ്പോൾ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോയ്സ് മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു നോയ്സ് മാറ്റിയതിന് ശേഷം റിമോട്ട് ഉപയോഗിച്ചിട്ട് ബാസ് ട്രബിൾ മിഡ് പിന്നെ സബ് വൂഫറിൻ്റെ വോളിയം പിന്നെ മാസ്റ്റർ വോളിയം ഇത്രയും സംഭവം റിമോട്ടായിട്ട് നമുക്ക് അടുത്ത് പോകാതെ ദൂരെ നിന്ന് സൗണ്ട് കൂട്ടുക അല്ലെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാനൊരു റിമോട്ട് കിറ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിമോട്ട് കിറ്റ് 5.1 ആയിട്ട് ഉപയോഗിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതൊരു 5.1 റിമോട്ട് കിറ്റ് തന്നെയാണ്. ഈ ഇരിക്കുന്ന ഈ പ്രോസസ്സർ 5.1 വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ്. പക്ഷേ ഞാൻ ഇത് 2.1 വേണ്ടി വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു 2.1 ഔട്ട്പുട്ട് ഇവിടെ തരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റിമോട്ടിൽ ആ ഒരു 2.1 5.1 സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടോൺ കൺട്രോളും നമുക്ക് ടോൺ ക്വാളിറ്റിയും കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. പിന്നെ അത്യാവശ്യം ഇപ്പം നിലവിലുള്ളതിൽ അത്യാവശ്യം ഏറ്റവും നല്ല ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു റിമോട്ട് കിറ്റ് ഇതാണ്. ഈ ഒരു റിമോട്ട് കിറ്റിന് നല്ല അത്യാവശ്യം നല്ല ഗെയിനുള്ളൊരു റിമോട്ട് കിറ്റാണ്. നമ്മളെ ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റൊക്കെ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരല്പം ഗെയിൻ കുറവായിട്ടൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിമോട്ട് കിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് കിറ്റിന് അത്യാവശ്യം നല്ല ഗെയിൻ തരുന്ന ഒരു റിമോട്ട് കിറ്റാണ്. പിന്നെ സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്ന് ഒരല്പം ഗെയിൻ കുറവുണ്ടായിരുന്നു. അത് നേരത്തെ അവരുടെ ഫസ്റ്റ് വേർഷനിലൊരു സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്നൊരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു അപ്ഡേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വേർഷൻ 2 അവർ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ഗെയിൻ സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഗെയിൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാനുണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1680 80 ഒരു കൊറിയർ ചാർജാണ്. 1650 1600 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില. ഒരു 80 രൂപ ഒരു കൊറിയർ ചാർജ് വരും. അപ്പോൾ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷനുള്ള ഒരു ബോർഡുണ്ട്. അതായത് സബ് വൂഫറിന് വേണ്ടിയിട്ടൊരു സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടെ വരുന്ന ഒരു ബോർഡുണ്ട്. ആ ഒരു ബോർഡിന് 100 രൂപ കൂടുതൽ, അതായത് 1700 പ്ലസ് 80 രൂപ കൊറിയറും വരും. അങ്ങനെയാണ് ഈ ഒരു സൗണ്ട് ട്രോണിൻ്റെ ഈ ഒരു ബോർഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ഈ ഒരു സൗണ്ട് ട്രോണിൻ്റെ ബോർഡ് റിമോട്ട് കിറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രതീഷ് എന്നാണ് പുള്ളിയുടെ പേര്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്രത്യേകം ഞാൻ എടുത്ത് പറയാൻ കിടിലം, ഞാൻ കണ്ടിട്ടുള്ള റിമോട്ട് കിറ്റിൽ ഏറ്റവും കിടിലം ക്വാളിറ്റി ഉള്ളൊരു PCB ആണ്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു PCBയും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഒറിജിനലെന്ന് തന്നെ പറയാം. കാര്യം ഇതിൻ്റെ ഒറിജിനൽ STയുടെ ഒറിജിനൽ IC ഇതാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലാണെന്ന് തന്നെ തോന്നും. ഈ STയുടെ ICയും ഇതിൻ്റെ ബാക്കിൽ ഉപയോഗിച്ചിരുന്ന ബൂം ടെക്കിൻ്റെ IC ഒക്കെ ഒറിജിനലാണെന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ കപ്പാസിറ്റർ എല്ലാം അത്ര നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല, വേറെ ഒരു പ്രശ്നമില്ല. അപ്പം ഈ ഒരു റിമോട്ട് കിറ്റ് നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൗണ്ട്ട്രോണിൻ്റെ എല്ലാ സാധനങ്ങളും വളരെ നല്ല ക്വാളിറ്റിയുള്ള, അത് ഈ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സൗണ്ട്ട്രോണിൻ്റെ പ്രോഡക്റ്റെല്ലാം ചെയ്യുന്നത്. അതിനുള്ള തെളിവാണ് അതിനുള്ള തെളിവ് നിങ്ങൾക്ക് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ ദിശേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക, സാധനം വാങ്ങുക. നിങ്ങൾ ഇന്ന് ക്യാഷ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്. ഇന്ത്യയിലെ ഏത് ഭാഗത്തും ഈ ഒരു റിമോട്ട് കിറ്റ് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെക്കാട്ടി നല്ല ചാനലുകൾ വേറെ ഉണ്ട്. അപ്പം എന്നെയും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.